ഹലോ നമസ്കാരം. മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അലീന ഔതക്കുട്ടി ചായൻ്റെയും സ്റ്റാൻലിയുടെയും കൂടെ കുളത്തൂപ്പുഴയിൽ നിന്ന് പുനരൂരിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. പുനരൂരിൽ കൊട്ടാരമറ്റം തറവാട്ടിൽ ചെല്ലുന്ന അലീനയോട് വളരെ മോശമായിട്ടാണ് റോബർട്ടും ആൻസിയും ഒക്കെ പെരുമാറുന്നത്. അലീന അവിടെ ഒരു ഭാരമായിട്ടാണ് അവർക്ക് തോന്നുന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിരിക്കുമ്പോഴേക്കും അലീനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനൊന്നും ആൻസി തയ്യാറാവുന്നില്ല കേട്ടോ. ആൻസി പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഭക്ഷണം വിളമ്പി കൊടുക്കാണ്ടവർക്ക് മാത്രമേ ഞാൻ വിളമ്പി കൊടുക്കുള്ളൂ എന്ന് പറയാണ്. കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും വെച്ച് വിളമ്പാൻ എന്നെ കിട്ടില്ല. അതുപോലെ തന്നെ എവിടെയാ ആർക്കാ എന്താ കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. പട്ടിക്കും പൂച്ചയ്ക്കും വെളിയിൽ കൊടുക്കും, അതുപോലെ തന്നെ പിച്ചക്കാർക്ക് അടുക്കള വശത്ത് കൊടുക്കും. അല്ലാതെ ഇതുപോലെ ഊണുമേശയിൽ കയറ്റി വാണുന്നവരെ എല്ലാം വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറയാണ് ആൻസി. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഔതക്കുട്ടിച്ചായന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ഔതക്കുട്ടിച്ചായൻ ആൻസിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്, ഞങ്ങളെയൊക്കെ പട്ടിയും പൂച്ചയായിട്ടാണോ, ഏത് ഗണത്തിലടി പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ആൻസി പറയുന്നുണ്ട്, അപ്പച്ചന് വേണമെങ്കിൽ ഞാൻ വിളമ്പിത്തരാം, ദേ ഇവക്ക് വേണം വിളമ്പി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ തനിയെ കയറി എടുത്ത് കഴിച്ചോണം എന്ന് പറയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട ആൻസി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കാം, ഇവിടുത്തെ ഭക്ഷണം ഇനി നീ കഴിക്കേണ്ടെന്ന് പറയാം. പക്ഷേ അലീന പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല വല്യപ്പച്ച, ഞാൻ തന്നെ വിളമ്പിത്തരാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അലീന ഔതക്കുട്ടിച്ചായന് ഭക്ഷണം വിളമ്പി കൊടുത്ത് കഴിക്കുകയാണ്. അതിനൊക്കെ ശേഷം ആൽബർട്ടും ഔസേപ്പച്ചനും റോബോട്ടും എല്ലാവരും കൂടെ അലീനയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിന്നെ ഈ കുടുംബത്തിലേക്ക് നിർത്താനേ പറ്റില്ല എന്നും ഞങ്ങൾ നിങ്ങളെ അംഗീകരിച്ചിട്ടില്ലെന്നും ഒരു കാലത്തും അംഗീകരിക്കില്ല എന്നും അവർ പറയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഔതക്കുട്ടി ചായൻ അലീനയോട് പറയുക, നീ വാ മോളെ, ഇനി എന്നെ കാണാനാ ഇവിടെ നിൽക്കുന്നേ, ലാലിച്ചം വരുമ്പോൾ ഇത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളും. ഞാൻ ഉടനെ തന്നെ അവനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഔതിക്കുട്ടി ചായൻ വിളിച്ചിടത്തേക്ക് പോകാതെ അലീന അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുക, വല്യപ്പച്ചൻ ഇങ്ങേ വന്നേ, നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കാം. ഇത് പറഞ്ഞ് ഔതിക്കുട്ടി ചായനെ ഡൈനിങ് ടേബിളിൻ്റെ അരികെ കൊണ്ട് നിർത്തിയിട്ട് അവൾ അടുക്കളയിലേക്ക് കയറി. പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമായ ഭവനമാണ്, അത്യാധുനിക സൗകര്യങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷേ ആ വീടിൻ്റെ അടുക്കളയിലേക്ക് കയറിയാൽ നാം വെള്ളം കുടിക്കില്ല, അത്രമാത്രം വൃത്തിഹീനമായിട്ടാണ് കൊട്ടാരമറ്റത്തിൻ്റെ അടുക്കളയ്ക്കുള്ളിൽ മനം പുരട്ടുന്ന ദുർഗന്ധവും നിറഞ്ഞു നിന്നു. അലീന മൂക്ക് പൊത്തിക്കൊണ്ടാണ് ഓരോരോ പാത്രങ്ങളും മൂടി പൊക്കി നോക്കിക്കൊണ്ടേയിരുന്നു. തുടർന്ന് അവൾ ഊണുമുറിയിലേക്ക് ചെന്നിട്ട് ഔതക്കുട്ടി ചായനോട് പറയുകയാണ്, അറപ്പാവുന്നുണ്ടല്ലോ വല്യപ്പച്ച, ഈ അടുക്കളയിലോട്ട് കയറിയിട്ട് ഇവിടുന്ന് എങ്ങനെ വലതും എടുത്ത് കഴിക്കാൻ പറ്റും? എൻ്റെ മോളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോട്ടലിലേക്ക് പോകാമെന്ന്. എന്നും നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ? അലീന ഊണുമേശയിലെ എച്ചിൽ തുടച്ചു മാറ്റി. തുടർന്ന് അടുക്കളയ്ക്കകത്ത് വീണ്ടും കയറി ചോറും കറികളും ഒക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വിളമ്പി വെച്ചു. അത് കണ്ട് കണ്ണും നട്ട് മിഴിച്ചിരിക്കുകയാണ് ഔതക്കുട്ടിച്ചായൻ. ഔതക്കുട്ടിച്ചായൻ പറയുകയാണ്, ആരെന്ത് ചീത്ത പറഞ്ഞാലും നിനക്കൊരു നാണവും ഇല്ലാത്തതാണ് എനിക്ക് അതിശയം. ഞാനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. അപ്പോൾ അലീന, വല്യപ്പച്ച, അമ്മയും അപ്പനും ഇല്ലാത്തവൾ എന്ന നാണക്കേട് 23 വർഷം ഞാൻ സഹിച്ചില്ലേ, അത്രയും വലിയൊരു നാണക്കേടൊന്നും ഈ ലോകത്തില്ല വല്യപ്പച്ച. ഔതക്കുട്ടിച്ചായൻ്റെ നാവടഞ്ഞു പോയി. ആ വാക്കുകൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിനൊന്നുമില്ലായിരുന്നു. റാണിയാൻ്റെ കൂടെ വിളിക്കേണ്ടേ വല്യപ്പച്ച? വേണ്ട, മരുന്ന് കഴിച്ച് ഉറങ്ങിപ്പോയാൽ പിന്നെ തനിയെ എഴുന്നേൽക്കണം, ഇടയ്ക്ക് വിളിച്ചുണർത്തി കഴിഞ്ഞാൽ പിന്നെ പൈത്യമാ. എന്തായാലും ഉണർന്നോന്ന് ഞാനൊന്ന് നോക്കിയേച്ചും വരാം. ഇത് പറഞ്ഞ് അലീന ഷെറിൻ കിടക്കുന്ന മുറിയുടെ വാതിക്കലേക്ക് പോയി. ഷെറിൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അലീന തിരിച്ചു പോന്നു. ഔതക്കുട്ടി ചായനും അവളും കൂടി ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു. കൈ കഴുകി തുടയ്ക്കുന്നതിനിടയിൽ അലീനയോട് ഔതക്കുട്ടി ചായൻ പറയുക, ഇനി വേണമെങ്കിൽ ഒന്ന് മയങ്ങിക്കോ. അപ്പോൾ അലീന, വല്യപ്പച്ചൻ പോയി കിടന്നോ, എനിക്കിവിടെ ഇത്തിരി ജോലിയുണ്ട്. അവൾ ചുരിദാറിൻ്റെ ഷാൾ എടുത്ത് അരയിൽ കെട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് കയറി. നീ എന്നാ ചെയ്യാൻ പോവാ കൊച്ചേ? ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം വല്യപ്പച്ച. ബ്രിജീത്ത മാമി പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ മാലിന്യം തെറിയുമ്പോൾ അത് വീട്ടിലേക്കും കൂടി വ്യാപിക്കുമെന്ന്. പക്ഷെ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് വേണം തുടങ്ങാൻ. കൊള്ളാം. അവൾ പറഞ്ഞ ചീത്ത മുഴുവൻ കേട്ടിട്ട് നീ അവളുടെ അടുക്കള വൃത്തിയാക്കാൻ പോവാണോ? മറുപടി പറയാതെ അലീന സിങ്കിനുള്ളിലും വെളിയിലുമായി കൂമ്പാരം കൂടി കിടന്ന എച്ചിൽ പാത്രങ്ങൾക്കിടയിലേക്ക് കൈയിട്ടു. ആൻസി ഊണ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ വിശ്രമിക്കാൻ കിടക്കുകയായിരുന്നു. റോബർട്ട് തലയ്ക്കടിയിൽ കൈകൾ കോർത്തു വെച്ച് അരികെ കിടപ്പുണ്ട്. അപ്പോൾ റോബർട്ട് ആൻസിയോട് പറയുകയാണ്, നീ അത്രയൊന്നും കടത്തി പറയേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ഉള്ളത് തന്നെയല്ലേ പറഞ്ഞത്. ഞാനേ നല്ല ഒന്നാന്തരം തറവാട്ടിൽ ജനിച്ച് വളർന്നവൾ തന്നെയാണ്. റോബിച്ചാവിനെ കിട്ടാവുന്നതിലും കൂടുതൽ സ്ത്രീധനവുമായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്നത്. എനിക്ക് ആരുടെയും മുമ്പിൽ നട്ടല് വളയ്ക്കേണ്ട കാര്യമില്ല. എടി, ഈ വീടും 1/2 ഏക്കറും അപ്പച്ചൻ്റെ പേരിലാണെന്ന് നീ ഓർക്കണം. അപ്പച്ചൻ അത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം.
നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. ഹാ, പോകേണ്ടി വന്നാൽ പോണം. എന്തിനാ ഡെമോക്ലീറ്റസിൻ്റെ വാള് പോലെ ഇങ്ങനെ ഒരു വീട്? നമ്മുടെ വീതത്തിലോട്ട് പുതിയൊരു വീടങ്ങ് വെക്കണം. പിന്നെ ഒരുത്തനും തറവാടെന്നും തായ്പുരയാണ് എന്നൊന്നും പറഞ്ഞ് കയറി വരില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കയറി വരുന്ന കാണുമ്പോൾ കലി അങ്ങോട്ട് കയറും. എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കുകയും വേണം, കുറ്റം പറച്ചിലും കേൾക്കണം. അല്ലെങ്കിലും തറവാട്ടിൽ ജീവിക്കുന്ന മക്കളുടെ വിധി ഇതൊക്കെ തന്നെയാണ്. എടി ആൻസി, നീ ചുമ്മാ മണ്ടത്തരം പറയാതെ. ഈ വീടിൻ്റെയും 1/2 ഏക്കറിൻ്റെയും വില ഇപ്പോൾ എത്രയാണെന്ന് നിനക്കറിയാമോ? നീ അപ്പച്ചനെ കലിപ്പിച്ചാൽ അപ്പച്ചൻ ചിലപ്പോൾ അതെടുത്ത് ലാലിച്ചൻ്റെ പേരിലോട്ട് അങ്ങ് എഴുതി കൊടുത്താലോ? ഈയിടെയായിട്ട് അപ്പച്ചന് ലാലിച്ചനോടാണ് പ്രിയം. ആ അതെ, അവളെ കണ്ടിട്ടാ. അതിനു മുമ്പ് കുളത്തുപ്പുഴയ്ക്ക് പോരുന്നോ എന്ന് ചോദിച്ച കെട്ടി വലിച്ചാൽ പോകാത്ത ആളാ ഇവിടെ ഇരുന്നു കൊണ്ട് ചേട്ടൻ്റെ കുറ്റം പറയുന്നത് ഞാൻ എത്ര തവണ കേട്ടിരിക്കുന്നു. വലിയപ്പച്ചനെ അവൾ അങ്ങ് മയക്കെടുത്തു. അതിൻ്റെതാ ഈ കാണുന്നതൊക്കെ. ആൻസി, ദൈവത്തെ ഓർത്ത് നീ വാ തുറക്കരുത്. അവർ ഹോട്ടലിൽ പോകാതിരുന്നത് ഭാഗ്യം. പോയിരുന്നെങ്കിൽ ലാലിച്ചായൻ ഇവിടെ വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിയേനെ. ഹാ, എന്നാലും റോബിച്ചായ അവളെ സമ്മതിക്കണം. ഞാൻ അത്രയെല്ലാം പറഞ്ഞത് കേട്ടിട്ട് നാണവും മാനവും ഉള്ള ജാതിയാണെങ്കിൽ ഇവിടുന്ന് ചോറെടുത്തുണ്ണുവോ? ആ, ഏതോ അനാഥാലയത്തിൽ വളർന്നവളല്ലേ, ആർത്തി പണ്ടാരമായിരിക്കും. എച്ചിൽ തിന്നാനും മടി കാണിക്കില്ല. ഇത് കേട്ടപ്പോൾ റോബർട്ടിന് അങ്ങോട്ട് ദേഷ്യം പെരുത്ത് കയറാൻ തുടങ്ങി. അയാൾ പറയുക, നീ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ? എൻ്റെ കയ്യൊന്നും മേടിക്കരുത്. ആൻസി മയക്കം പിടിച്ചപ്പോൾ റോബർട്ട് പതിയെ കിടക്ക വിട്ട് എഴുന്നേറ്റ് അടുക്കളയിൽ നിന്ന് തട്ടുമുട്ട് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. റോബോട്ട് ഒച്ച കേൾപ്പിക്കാതെ ഊണുമുറിയിലെത്തി. അടുക്കളയിലെ തറയിലെമ്പാടും സോപ്പും പതയും കാപ്പിപ്പൊടി കളറിലുള്ള അഴുക്ക് വെള്ളവും. അലീന ചൂലുകൊണ്ട് സ്ലാബുകൾ അടിച്ചു കഴുകി ഇറക്കുകയാണ്. അലീന എപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോർ കർട്ടന് പിന്നിൽ റോബോട്ട് അങ്ങനെ പതുങ്ങി നിൽക്കുന്നത് കണ്ടു. അയാൾക്ക് പിൻവലിയാൻ അവസരം കിട്ടിയില്ല. 2 നിമിഷം ആശ്ചര്യത്തോടെ നിന്നിട്ട് അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് റോബോട്ടിനോട് അലീന ചോദിക്കുകയാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അത് കേട്ടപ്പോൾ റോബോട്ടിനാകെ ഒരു ജാളിയത തോന്നി. അങ്കിൾ, ഇങ്ങോട്ടൊന്ന് വന്നേ. റോബോട്ടിനെ സ്നേഹപൂർണ്ണമായ ആ ക്ഷണം നിരസിക്കുവാൻ കഴിഞ്ഞില്ല. അയാൾ അടുക്കളയിലേക്ക് കയറി ചെന്നു. ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇത്തിരി ഒന്ന് മാറ്റി വെക്കാമോ? ഞാൻ തന്നെ പിടിച്ചിട്ട് അനങ്ങുന്നില്ല. അലീന ചൂല് തറയിലിട്ടു. ഫ്രിഡ്ജിന്റെ ഒരു സൈഡിൽ പിടിച്ചു, മറ്റേ സൈഡിൽ റോബോട്ടും. ഇതിനിടയിൽ റോബോട്ട് ചോദിക്കുന്നുണ്ട്, നിന്നെ കൊണ്ട് പറ്റുമോ ആ സൈഡ് പൊക്കാൻ? അപ്പോഴേക്കും അലീന ഒന്ന് ചിരിച്ചിട്ട് പറയുകയാണ്, പിന്നെ കൊള്ളാം. എന്നെ കാണുന്ന പോലെയൊന്നുമല്ല, ഭയങ്കര ആരോഗ്യമല്ലേ എനിക്ക്. തുടർന്ന് അവൾ വലതു കൈയുടെ മസിൽ പിടിച്ച് അങ്ങോട്ട് കാണിച്ചു. റോബോട്ടിന് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അയാൾ അത് കടിച്ചമർത്തി. ഫ്രിഡ്ജ് വല്ലവിധവും നിരക്കി മാറ്റി. വാഷിംഗ് മെഷീനും അല്പം മാറ്റിവെച്ചു. രണ്ടും ഇരുന്ന സ്ഥാനത്ത് ഫ്ലോറിൽ കറുത്ത് പറ്റിപ്പിടിച്ചിരുന്ന അഴുക്ക് അലീന സോപ്പ് വെള്ളം ഉപയോഗിച്ച് അടിച്ചു കഴുകി. വാഷിംഗ് മെഷീൻ്റെ അടിയിൽ എലിക്കൂടുണ്ടായിരുന്നു. അലീന അതിലുണ്ടായിരുന്ന കടലാസ് തുണ്ടുകളും തുണി കഷ്ണങ്ങളും തോണ്ടിയെടുത്ത് കളഞ്ഞു. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും പൂർവ്വസ്ഥാനങ്ങളിൽ വെച്ചു. റോബർട്ട് മടങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ അവൾ വീണ്ടും കെഞ്ചി, ഒരു ചെറിയ സഹായം കൂടി ചെയ്തു തരുമോ? ഈ ഒഴിഞ്ഞ കുപ്പികളും ടിന്നുകളും എല്ലാം ബർത്തിന്റെ മുകളിലാക്കണം. ഞാൻ താഴെ നിന്ന് എടുത്തു തരാം. അങ്കിൾ സ്ലാബിലോട്ട് ഒന്ന് കയറി നിന്നിട്ട് മുകളിലോട്ട് അടിക്കാൻ മാത്രം മതി. റോബോട്ട് വിസമ്മതം ഒന്നും കൂടാതെ അനുസരിച്ചു. അലീന താഴെ നിന്ന് ടിന്നുകളും കാലിക്കുപ്പികളും പെറുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. ഇവിടെ എന്താ മുമ്പ് ബാറ് നടത്തുമായിരുന്നോ? ഇത്രയും കാലിക്കുപ്പികൾ, അതും പല ടൈപ്പിലുള്ളത്. ആ, അതൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ സൽക്കരിക്കുന്നതാ. വിഷം കൊടുത്താണ് സൽക്കാരം അല്ലേ? കൊടുത്തു മാത്രം പോരല്ലോ, കൊള്ളുകയും കുടിക്കുകയും കഴിയണ്ടേ? അത് റോബോട്ടിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ബർത്തിലെല്ലാം അടുക്കി കഴിഞ്ഞപ്പോൾ റോബോട്ട് താഴെ ഇറങ്ങി. അപ്പോൾ അവൾ പറയുകയാണ്, ഈ അടുക്കള വെടുപ്പായി കിടക്കണമെങ്കിലേ വീട്ടിലുള്ള ആണുങ്ങളും കൂടി മനസ്സ് വയ്ക്കണം. വല്ലപ്പോഴും ഒരു കൈ സഹായിച്ചാൽ എന്താ കുഴപ്പം? റോബോട്ട് ആ കൃത്രിമ ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, ഇനി ഞാൻ വല്ലതും ചെയ്യണോ? വേണ്ട വേണ്ട, മതി. താങ്ക്സ്. അലീന ജോലി ചെയ്ത് നോക്കിയപ്പോൾ അയാൾ അല്പനേരം കൂടി അവിടെ നിന്നു. ജോലിക്കിടയിൽ തന്നെ അലീന 2 തവണ ഷെറിൻ്റെ റൂമിൽ ചെന്ന് നോക്കി. 2ാം തവണ ചെല്ലുമ്പോൾ അവൾ ഉണർന്ന് എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നു. ഷെറിൻ മുമ്പ് കണ്ടിട്ടില്ലാത്തതുപോലെ അലീനയുടെ നേർക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. നിർവികാരവും മരവിച്ചതുമായ ഒരു മുഖമാണ് അതെന്ന് അലീനയ്ക്ക് തോന്നി. എഴുന്നേൽക്കുവാൻ പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റു. അലീന കയ്യിൽ പിടിച്ചപ്പോൾ അവൾ കൂടെ നടന്നു ചെന്നു. അവളുടെ കൈയാണെങ്കിൽ തണുത്തിരുന്നു. അലീന ഊണ് വിളമ്പി കൊടുത്തപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ഇരുന്നു. ഭക്ഷണം കഴിച്ചു. ഊണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഷെറിൻ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. കൺമുൻപിൽ ഒന്നും കാണാതെ, ചുറ്റുമുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാതെ, ആരോടും യാതൊരു മമതയും ഇല്ലാതെ ഇരിപ്പ്. സ്ഥലകാലങ്ങൾ അവൾക്ക് അപ്രാപ്യമാണെന്ന് തോന്നിയിരുന്നു. മറുമരുന്ന് കഴിക്കും മുമ്പ് എല്ലാവരോടും കലഹിക്കുകയും പരിഭവിക്കുകയും ചെയ്തുകൊണ്ട് ആർത്തിരമ്പുന്ന ദുഃഖസമുദ്രത്തെ അമർത്തിപ്പിടിച്ച് നഷ്ടപ്പെട്ട മോളെ ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന ഷെറിനാണ് യഥാർത്ഥ ഷെറിൻ എന്ന് അലീനയ്ക്ക് തോന്നി. ഈ ഷെറിൻ ഒരു പാവിയാണ്, ഏതോ കഠിനമായ മരുന്നുകളാൽ നിരായുധമാക്കപ്പെട്ട തടവുകാരി. അലീന പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് കൈ കഴുകി അടുക്കളയിൽ ജോലി തീരുവാനുള്ളതിനാൽ അലീന അവളെ മുറിക്കുള്ളിൽ എത്തിച്ച ശേഷം തിരികെ പോന്നു. 3:30 മണിയായപ്പോൾ ആൻസി ഉണർന്നു. അവൾ കിച്ചണിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കണ്ടത് മാറ്റം അത്ഭുതകരമായിരുന്നു.
അഴുക്കും മെഴുക്കും പൂരണ്ട് കരുവാളിച്ച് കിടന്ന തറ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നു. ഗ്രാനൈറ്റ് ഇട്ട കിച്ചൺ സ്ലാബുകളിൽ മുഖം നോക്കി മുടി മിനുക്കാം. ഒഴിഞ്ഞ ജാറുകളെല്ലാം കഴുകി തുടച്ച് അടുക്കി വെച്ചിരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്റ്റൗവും മൈക്രോവേവ് ഓവനും വെളിച്ചമേറ്റ് തിളങ്ങുന്നു. പ്ലേറ്റുകളും ഗ്ലാസുകളും എല്ലാ തരവും പാത്രങ്ങളും കഴുകി തുടച്ച് യഥാസ്ഥാനങ്ങളിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഒരു സാധനവും വേണ്ടാത്ത സ്ഥാനത്ത് ഇരിക്കുന്നില്ല. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും പുത്തനാണെന്ന് തോന്നിച്ചു. കിച്ചണിൽ ഇരട്ടി സൗകര്യം. ഒരു ഈച്ച പോലും എവിടെയും പറക്കുന്നില്ല. വർക്ക് ഏരിയയും സ്റ്റോറും എല്ലാം ക്ലീൻ. എങ്ങനെയുണ്ട്? ചോദ്യം കേട്ട ആൻസി തിരിഞ്ഞു. റോബോട്ടാണ് പിന്നിൽ. അറവുശാലയിലോട്ട് കയറുന്നത് പോലെ അല്ലായിരുന്നോ മുമ്പ്? എല്ലും തൊലിയും പാണ്ടവും കുടലും തലയും കാലും ഈച്ചയും പൂച്ചയും പട്ടിയും എല്ലാം ഇപ്പോൾ നോക്കടി ഈ തറയിലോട്ട്. നീണ്ടു നിവർന്ന് കിടക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഉടനെ തന്നെ ആൻസി തിന്ന ചോറിന് കൂറ് കാണിച്ചതായിരിക്കും. ഹോ, ഇല്ലെങ്കിൽ നീ അവളെ അങ്ങ് പടിയടച്ച് പിണ്ടം വെച്ചേനെ അല്ലേ? നീ അവളെ അത്രയും താറടിച്ച് താഴ്ത്തി സംസാരിച്ചിട്ടും അവളെന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചോ? നിന്റെ അടുക്കളയല്ലേടി ഇത്? എത്ര ഭംഗിയായിട്ട് അവളത് വൃത്തിയാക്കിയിരിക്കുന്നത് നോക്ക്. വല്ലോ കാര്യമുണ്ടോ അവൾക്ക്? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നോടി? ഈ സംസാരം കേട്ടുകൊണ്ട് ആൻസിയുടെ അമ്മ അവിടേക്ക് വന്നു. ആശ്ചര്യത്തോടെ അവരെല്ലായിടവും നോക്കി. എന്നിട്ട് ചോദിക്കുക, അവസാനം അടുക്കള പറഞ്ഞ അവൾ പിടിച്ചെടുക്കുമോ? ഉടനെ റോബർട്ട് നീരസത്തിൽ പറയുക, കൊള്ളാം, ഇവിടുത്തെ അടുക്കള കിട്ടിയിട്ട് വേണ്ടേ ലാലിച്ചായൻ്റെ മോൾക്ക് ചെലവിന് കഴിയാൻ. ഇത് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. അവതക്കുട്ടി ചായൻ എടുത്തു കൊടുത്ത ഫോട്ടോ ആൽബങ്ങൾ മറിച്ചു നോക്കുകയാണ് അലീന. റോബർട്ടിന്റെ കല്യാണ ഫോട്ടോകളും ഷെറിന്റെ വിവാഹ ആൽബവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഹാളിൽ നിന്നോ മറ്റോ കുട്ടികളുടെ ശബ്ദം കേട്ട അലീന ആൽബത്തിൽ നിന്ന് മുഖമുയർത്തി. അപ്പോൾ അവതക്കുട്ടി ചായൻ പറയുകയാണ്, അവരെത്തി. വലിയപ്പച്ച. ഒരു നീണ്ട വിളിയൊച്ച തുടർന്ന് ചടുലമായ പതന ശബ്ദങ്ങൾ. മുറിയുടെ വാതുക്കൽ സ്കൂൾ യൂണിഫോം അണിഞ്ഞ 2 കുട്ടികൾ ഓടിക്കിതച്ച് വന്നു നിന്നു. 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയും 9 വയസ്സുള്ള പെൺകുട്ടിയും. അലീനയെ കണ്ട് 2 പേരും ശങ്കിച്ചു നിന്നു. ഇങ്ങു വാ മക്കളെ, ഔതക്കുട്ടി ചായൻ വിളിച്ചതും 2 പേരും ഓടി വന്ന് ഔതക്കുട്ടി ചായന്റെ ദേഹത്തേക്ക് അങ്ങ് വീണു. ഇനി ചോദ്യങ്ങളുടെ പരമ്പരയാണ്. വലിയപ്പച്ചൻ എവിടായിരുന്നു? എന്താ ഇത്രയും ദിവസം വരാൻ താമസിച്ചത്? വലിയപ്പച്ചൻ താമസിച്ച സ്ഥലത്തേക്ക് ഞങ്ങളെ കൂടി ഒരു ദിവസം കൊണ്ടുപോകാമോ? അലീന ഇപ്പുറത്തെ സെറ്റിയിലിരുന്ന് കുട്ടികളെയും ഔതക്കുട്ടി ചായനെയും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. വലിയപ്പച്ചനും കുട്ടികളും തമ്മിലുള്ള ചെങ്ങാത്തം അവളെ അതിശയിപ്പിച്ചു. കുട്ടികളുടെ കളിപ്പാട്ടമാണ് വലിയപ്പച്ചൻ. അവർ അയാളുടെ മീശ പിടിച്ച് വലിക്കുകയും മൂക്ക് പൊത്തിപ്പിടിക്കുകയും തല പിടിച്ച് തിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇതിനിടയ്ക്ക് കൂട്ടത്തിൽ ഇളയാള് അലീനയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, വലിയപ്പച്ച, അതാരാ ഈ ഇരിക്കുന്ന പെണ്ണ്? അയ്യോടെ മക്കളെ, അത് വെറും പെണ്ണൊന്നുമല്ല മോനെ, നിന്റെ ആൻറ്റി. അത് ആൻറ്റി പെണ്ണല്ലേ? ആണാണോ വലിയപ്പച്ച? ആൻറ്റി എന്നെ വിളിക്കാവൂ, അലീന ആൻറ്റി. ആഹാ, ഈ പെണ്ണിന്റെ പേര് അങ്ങനെയാണോ? വലിയപ്പച്ചൻ കൊണ്ടുവന്നതാണോ ഈ ആൻറ്റീനെ? ആങ്കൊച്ച് അലീനയെക്കുറിച്ച് ചോദ്യശരങ്ങൾ ഒന്നിനു പിലെ ഒന്നായി എഴുതി വിട്ടുകൊണ്ടേയിരുന്നു. പെൺകുട്ടി സാകൂതം അലീനയുടെ നേർക്ക് കള്ളക്കണ്ണിട്ട് നോക്കി. അലീന പുഞ്ചിരിയോടെ അവളെ കണ്ണു കാട്ടി വിളിച്ചു. അവൾ നാണിച്ചു നിന്നു. സുന്ദരിക്കുട്ടി, ഇങ്ങ് വന്നേ. അവൾ മടിച്ചു അലീനയുടെ സമീപം ചെന്നു. അലീന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പേര് ചോദിച്ചു. ഉടൻ തന്നെ ദിയാമോൾ റോബർട്ട് എന്ന് അവൾ പേര് പറഞ്ഞു. ആൺകുട്ടി ദിയാമോളെ തള്ളി മാറ്റി മുൻപിലേക്ക് കയറി നിന്നു. എൻ്റെ പേര് കേൾക്കണോ? അല്ല, എൻ്റെ പേര് പറയാമോ? എൻ്റേതാ നല്ല പേര്. ഇവളുടെ പേര് ഒന്നിനും കൊള്ളൂല. ആ ശരി, എന്നാ മോൻ പറ. മോൻ്റെ പേര് കേൾക്കട്ടെ. ജോൺ പോൾ റോബോട്ട്. വെട്ടി പൊട്ടുന്ന ഒച്ചയിലായിരുന്നു അവൻ്റെ പേര് പറഞ്ഞു വെച്ചത്. അവൻ്റെ ശരീരഭാഷ കേട്ടപ്പോൾ അലീന പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നി. എങ്കിലും പകുതി ചിരി അടക്കിക്കൊണ്ട് അലീന പറയുകയാണ്, ഉഗ്രൻ പേരാണ്. ജർമ്മനിയിലെ ഇന്ത്യൻ അംബാസഡർ ആണെന്ന് തോന്നും. അപ്പോൾ പെൺകുട്ടി ചോദിക്കുകയാണ്, എൻ്റെ പേരോ ആൻറ്റി? മോളുടെ നല്ല ഒന്നാം തരം സുന്ദരി പേരല്ലേ? ഇത്രയും നല്ല പേര് ഞാൻ കേട്ടിട്ടേയില്ല. ആൻറ്റിയുടെ പേരിനേക്കാൾ നല്ലതാണോ? എൻ്റെ പേര് എന്തിനു കൊള്ളാം? അതൊരു തല്ലിപ്പൊളി പേരല്ലേ? പതിയെ ദിയാമോൾ അലീനയുടെ ദേഹത്തേക്ക് ചാഞ്ഞു. ജോൺ പോൾ അവളുടെ പിൻപിൽ വന്ന് മുടിയിൽ എന്തൊക്കെയോ കൃത്രിമം കാണിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് ആൻസി വന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ 2 പേരും അലീനയുടെ മടിയിലുണ്ട്. ജോൺ പോൾ അവളുടെ മടിയിലേക്ക് തല വെച്ച് കാലുകൾ ഭിത്തിയിലേക്ക് ഉയർത്തി തല കീഴായിട്ടെന്നോണം കിടന്ന് ഓരോരോ അഭ്യാസങ്ങൾ കാണിക്കുകയാണ്. ദിയാമോൾ ആണെങ്കിൽ അവളുടെ കലവരയത്തിൽ ഒതുങ്ങിക്കിടന്നുകൊണ്ട് സ്കൂൾ വിശേഷം പറയുന്നു. പെട്ടെന്ന് ശബ്ദമുയർത്തി ആൻസി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചായയും കാപ്പിയും ഒന്നും വേണ്ടേ പിള്ളേരെ? ജോൺ പോൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പറയുകയാണ്, വേണം. അവിടെ കിടന്നോ, ഞാൻ കൊണ്ടുവന്ന് വായിലോട്ട് അങ്ങ് ഒഴിച്ചു തരാം. ഇത്രയും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ആൻസി തിരികെ പോയി. ആൻറ്റി വാ കാപ്പി കുടിക്കാൻ ജോൺ പോൾ ക്ഷണിച്ചു. അലീന കുട്ടികളെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കൈയും മുഖവും ഒക്കെ കഴുകിച്ചു. അതിനുശേഷം ഊണ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദിയാമോൾ അലീനയ്ക്ക് ബിസ്ക്കറ്റ് ടിന്നുകൾ കാട്ടിക്കൊടുത്തു. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലെടുത്ത അലീന തന്നെ ഹോർലിക്സ് കോഫി ഉണ്ടാക്കി. എന്തൊക്കെയാണ് പതിവെന്ന് ദിയാമോൾ അവർക്ക് പറഞ്ഞു കൊടുത്തു.
ലഘുഭക്ഷണത്തിന് ശേഷം ഹോംവർക്ക് ആൻസി ഇടയ്ക്ക് വന്നു നോക്കിയപ്പോൾ കുട്ടികൾ രണ്ടുപേരും വഴക്കൊന്നുമില്ലാതെ അലീനയുടെ ഇരുവശത്തും ഇരുന്ന് ഗൃഹപാഠം ചെയ്യുകയാണ്. അവരുടെ സംശയങ്ങൾ അലീന തീർത്തു കൊടുക്കുന്നുമുണ്ട്. അവർക്ക് കഴിഞ്ഞ് കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് അലീന അടുക്കളയിലെത്തി. അവിടെ ആൻസിയും മറിയക്കുട്ടിയും അത്താഴം ഉണ്ടാക്കാനുള്ള പ്രാരംഭ നടപടികളെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അലീന ആരോടും ചോദിക്കാതെ ആ ജോലി അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് ആൻസിയോട് പറയാണ്, ആൻറ്റി പോയി കിടന്നു, ഇന്ന് ഞാനും അമ്മയും കൂടി ശരിയാക്കിക്കോളാം. അപ്പോൾ മറിയക്കുട്ടി ആൻസിയോട് ചോദിക്കുകയാണ്, ആൽബിയും ഔസേപ്പച്ചനും സന്ധ്യ കഴിയുമ്പോൾ വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അവർ വരുമ്പോൾ വല്ല ഉണ്ടാക്കി വെക്കണ്ടേ? അതിന് മറുപടി പറഞ്ഞ അലീനയാണ്, അതിന് ഞാനും ആൻറ്റിയും മമ്മിയും മാത്രം മതി. ആൻസി മമ്മിയെ ഒന്ന് നോക്കി. മറിയക്കുട്ടി അലീനയോട് മിണ്ടാൻ ആദ്യമൊന്നും കുറച്ചിലായിരുന്നുവെങ്കിലും അലീന അങ്ങോട്ട് ഓരോന്ന് ചോദിച്ചും അഭിപ്രായം ആരാഞ്ഞും സംശയ നിവാരണം നടത്തിയും അവരെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇതിനിടയിൽ ജോൺ ബോളിന്റെ കരച്ചിൽ കേട്ടു. പുറകെ ദിയാമോളുടെ നിലവിളി. മമ്മി ദേ റെനിക്കുട്ടൻ വീണു. അതിനെ ഓടിച്ചെല്ലുമ്പോഴേക്കും റോബർട്ട് വീണ് കിടന്ന കുട്ടിയെ എടുത്തു കഴിഞ്ഞിരുന്നു. അവനാണെങ്കിൽ കുട്ടിയെ കിട്ടിയ അവസരത്തിൽ ദിയാമോളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇവൾ ഉന്തിയിട്ടതാണ്. അയ്യോ, ഞാൻ തൊട്ടിട്ട് പോലുമില്ല. എന്തോ നുണയൊക്കെയാ ഇവൻ പറയുന്നേ. പപ്പ, എന്നെ ഉന്തിയിട്ടത് തന്നെയാണ് അവൾ. അവന്റെ വായിൽ നിന്നും അല്പാൽപമായി ചോര പൊടിയുന്നുണ്ടായിരുന്നു. റോബർട്ട് അവന്റെ വായ്ക്കുള്ളിൽ പരിശോധിച്ചു. അതിൽ കട്ടളയിലിടിച്ച ചുണ്ടിന്റെ ഉൾഭാഗം അല്പം പൊട്ടിയിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് റോബർട്ട് ദിയാമോളുടെ നേരെ തിരിഞ്ഞിട്ട് ശാസിക്കുകയാണ്, നീ ഒട്ടും മോശക്കാരി അല്ലല്ലോടി. ഇവന്റെ അടുത്ത് ഗുസ്തി പിടിക്കാൻ നീ ചെന്നിട്ടല്ലേ? പപ്പായെ, അവൻ എന്റെ മുതുകത്തിടിച്ചിട്ട് ഓടിയതാണ്. നീ അത്ര കേമിയൊന്നും ആകണ്ട കേട്ടോ. എന്തായാലും ചുമ്മാതെ അവനങ്ങ് വായി മുറിയത്തൊന്നുമില്ല. പപ്പ വഴക്ക് പറയുന്നത് കേട്ട് ദിയാമോൾ കരച്ചിൽ വന്നു. റോബർട്ട് മോന്റെ വായ കഴുകിച്ചു. ചോര വരുന്നത് നിലച്ചിട്ടും അവൻ കരച്ചിൽ നിർത്തുന്നില്ല. അലീന അവനെ റോബർട്ടിന്റെ കയ്യിൽ നിന്നും വാങ്ങി തോളത്തണച്ചു പിടിച്ചുകൊണ്ട് പുറത്ത് തട്ടിക്കൊണ്ട് നടന്നു. കിച്ചണിൽ കയറി അവന്റെ വായിലെ മുറിയിൽ പഞ്ചസാര പതിപ്പിച്ചു കൊടുത്തു. അപ്പോഴും അവൻ പറയുകയാണ്, അവൾ എന്നെ തള്ളിയിട്ടു. തന്നെ ആൻറ്റി, നുണ പറയല്ലേ കള്ളക്കുട്ട. ആൻറ്റിയല്ലേ മോനെ തള്ളിയിട്ടത്? ഈ ആൻറ്റിയോ? അതെ. അവൻ പെട്ടെന്ന് തല വെട്ടിച്ചിട്ട് പറഞ്ഞു. അല്ല. അലീന അവനെയും കൊണ്ട് ദിയാമോളുടെ അരികിലെത്തി. അവൾ ഹാളിൽ തടിച്ചിരുന്ന് വിതുമ്പുകയായിരുന്നു. അലീന അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിയാമോൾക്ക് അരികിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പറയാണ്, പപ്പ അറിയാതെ വഴക്ക് പറഞ്ഞതല്ലേ മോളെ. മോൾ തള്ളിയിട്ടിട്ടില്ലെന്ന് ആൻറ്റിക്കറിയാം, മമ്മിക്കറിയാം, ഇപ്പോൾ പപ്പയ്ക്കും അറിയാം. ഇവൻ നൂണ പറഞ്ഞു കൊടുത്തതാണെന്ന് കൊണ്ടല്ലേ ആൻറ്റി. അവൾ വീണ്ടും വിതുമ്പുകയാണ്. അപ്പോൾ അലീന ഉരുണ്ടു വീണ് ചുണ്ടൊക്കെ പൊട്ടി വായിൽ നിന്ന് ചോരയൊക്കെ വന്നത് വല്ലാതെ വേദനിക്കുമ്പോൾ ഒരു കുഞ്ഞു നുണയൊക്കെ പറയാം. അല്ലേ റെനിക്കുട്ട? സംഗതി തനിക്ക് അനുകൂലമാണെന്ന് കരുതി അവൻ മെല്ലെ തലയാട്ടി. ആ പിന്നെ വേദനയൊക്കെ മാറി നല്ല മിടുക്കനാകുമ്പോൾ ഈ പറഞ്ഞ നുണ അങ്ങ് തിരിച്ചെടുത്തേക്കണം കേട്ടോ. എന്നിട്ട് സോറി പറഞ്ഞേക്കണം. അവൻ അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ സൂക്ഷിച്ചൊന്ന് നോക്കി. അലീന അവൻ്റെ വായിക്ക് നേരെ എന്തോ കൊണ്ടുചെന്ന് എന്തോ പിടിപ്പിച്ചു പോലും കൈ ചുരുട്ടി പിടിച്ച് അത് ദിയാമോളുടെ നേർക്ക് നീട്ടി. ദാ റെനിക്കുട്ടൻ പറഞ്ഞ നുണ അത് തിരിച്ചു തന്നിരിക്കുന്നു. ഒരു സോറിയും പറയും. സോറി. ജോൺ ബോൾ ആ സോറി പറഞ്ഞത് മടിച്ചായിരുന്നു. അയ്യോ, ഇങ്ങനെയല്ല നല്ല കുട്ടികൾ. അലീന അവൻ്റെ നെറ്റിയിലും നെറുകയിലും ഓരോ ഉമ്മ കൊടുത്തു. അത് കണ്ടപ്പോൾ ദിയാമോളും ഒരു ലാളനം കുളിച്ച് അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അലീന അപ്പോൾ അവളെ ആലിംഗനം ചെയ്ത് കവളത്ത് ഒരു മുത്തം നൽകി. ഇനി നമുക്ക് കുളിക്കണ്ടേ? ഈ യൂണിഫോം എല്ലാം മാറ്റിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇടണ്ടേ? അലീന നേരെ അവരെ കുളിമുറിയിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരെയും വേഗത്തിൽ കുളിപ്പിച്ച് പുറത്തിറക്കി. കുട്ടികൾ അലമാരിയിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന ഡ്രസ്സ് ഇടിയിപ്പിച്ചു. അലീന തന്റെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതും ലാളിക്കുന്നതുമെല്ലാം ആൻസി കാണുന്നുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ആൻസിക്ക് ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല. രണ്ടുപേരും തമ്മിൽ എപ്പോഴും അടികൂടും. ജോൺ ബോൾ കസേര നിരക്കിക്കൊണ്ടുപോയി അതിൻ്റെ ചുവട്ടി ഫ്രിഡ്ജിൻ്റെ മുകളിലും അലമാരയുടെ മുകളിലും വലിഞ്ഞു കയറും. ചിലപ്പോൾ ടി വിക്ക് മീതെ കയറി കാല് തൂക്കി കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ആൻസിക്ക് അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അലീന അവരെ ഇണക്കിക്കൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് ഉച്ചയ്ക്ക് താൻ അലീനയെ പരോക്ഷമായി അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്തത് ആൻസിക്ക് ഓർമ്മ വന്നു. അലീന ആണെങ്കിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല എന്ന മട്ടിൽ ആൻസിയോട് സംസാരിക്കുകയും ചെയ്തു. യാതൊരു കന്മഷവും മനസ്സിൽ വെക്കാതെ ആൻസിയുടെ ജോലികളൊക്കെ ഏറ്റെടുത്ത് സഹായിച്ചു. ഇപ്പോൾ അലീനയുടെ മുഖത്ത് നോക്കുവാൻ ആൻസിക്ക് അല്പം ഒരു ജാള്യതയുണ്ട്. കുട്ടികളെ ടി വി കാണാൻ ഇരുത്തിയിട്ട് അലീന വീണ്ടും അടുക്കളയിലെത്തി. 7:30 മണിയോടെ ഒരു ജീപ്പിൽ ആൽബർട്ടും ഔസേപ്പച്ചനും എത്തിച്ചേർന്നു. സ്റ്റാൻലി അലീനയെ തറവാട്ടിൽ കൊണ്ടുവന്ന് വിട്ടതറിഞ്ഞ് വന്നിരിക്കുകയാണ് രണ്ടാൾക്കാരും. വന്ന ഉടനെ അവർ റോബി ചായനെയും വിളിച്ച് ടെറസിലേക്ക് കയറിപ്പോയി. തുടർന്ന് അവിടെ ഒരു കൂടിയാലോചന അരങ്ങേറി. അലീനയുടെ വരവും ഔദിക്കുട്ടി ചായന്റെയും സ്റ്റാൻലിയുടെയും സമീപനവും അതിനെതിരെ സ്വീകരിക്കേണ്ട നടപടികളുമായിരുന്നു മുഖ്യ സംസാര വിഷയം. അതിനിടയിൽ ഒരു കുപ്പിയുടെ അടപ്പും തുറക്കപ്പെട്ടു. ഗ്ലാസുകളിലേക്ക് ലഹരി പാനീയം ഒഴുകി. അത്താഴത്തിന് സമയമായപ്പോൾ മൂവരും കൂടി താഴെ ഊണുമുറിയിലെത്തി. ഔസോപ്പിച്ചൻ ഔദക്കുട്ടി ചായനെ വിളിച്ചു വരുത്തി വിചാരണ ആരംഭിച്ചു. ലാലിച്ചായൻ, ഇത് എന്തിന്റെ പുറപ്പാടാ? അപ്പച്ച, ഇവളെ എന്തിനാ ഇവിടെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? കുളത്തുപുഴയിലും 5 മുഴുവൻ നാറ്റിച്ചിട്ട് പോരാഞ്ഞിട്ടാണോ? അപ്പച്ചൻ എന്തുകൊണ്ടാണ് ലാലിച്ചായനെ വേണ്ടാത്ത ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്നത്?
മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക. മക്കളുടെ ആവലാതികളെല്ലാം കേട്ട് റൗദക്കുട്ടിച്ചായൻ പറയാണ്, ലാലിച്ചൻ നാളെയോ മറ്റന്നാളോ ഇങ്ങ് വരും. ചോദിക്കാനുള്ളവരൊക്കെ ഇവിടെ ഹാജരായി വേണ്ടതുപോലെ ചോദിച്ച് മറുപടി വാങ്ങിച്ചോണം. ആൻസിയും മറിയക്കുട്ടിയും കൂടിയാണ് ഊണുമേശമേൽ പ്ലേറ്റുകൾ നിരത്തിയതും വിളമ്പിയതും. അലീന മനഃപൂർവ്വം ആ ഭാഗത്തേക്ക് പോയതേയില്ല. കുട്ടികളടക്കം എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായൻ അലീനയെ വിളിച്ചു. അവൾ വാതിൽ കടന്നു ചെന്നതും ഔസേപ്പച്ചനും ആൽബർട്ടിന്റെയും നോട്ടം അവൾക്ക് മേൽ വീണു. ചിന്നമ്മയുമായുള്ള തന്റെ രൂപസാദൃശ്യം അവരെയും തെല്ലൊന്ന് അമ്പരിപ്പിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. അലീനയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ടിരുന്ന കസേര നിരക്കി അങ്ങോട്ട് ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, നീ എന്തിനാ മോളെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? നീ കൂടി വന്നിരിക്കെ. അലീന മാറിൽ കൈകൾ കെട്ടി തുടർന്ന് അത്താഴ മേശമേൽ ഉണ്ടായിരുന്നവരെ എല്ലാം ഒന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുക, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഈ ഊണുമേശയിൽ ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയുണ്ടോ? വലിയപ്പച്ചൻ്റെ മക്കൾ പറയട്ടെ. ഉണ്ടെന്ന് പറഞ്ഞാലേ ഞാൻ ഇരിക്കൂ. അലീനയുടെ ശാന്തമായ ശബ്ദത്തിന് ശേഷം ഊണുമുറിയിൽ ഒരു നിശബ്ദത കളിയാടി. ഔതക്കുട്ടിച്ചായൻ തൻ്റെ ആൺമക്കളുടെ മുഖത്തേക്ക് നോക്കി. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം ഔസേപ്പച്ചൻ്റെയും ആൽബർട്ടിൻ്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അവൾ ചോദിച്ചത് കേട്ടില്ലടാ? ആർക്കും ഒന്നും പറയാനില്ലേ? പെട്ടെന്ന് ഔസേപ്പച്ചൻ വെട്ടിത്തുറന്ന് പറയുകയാണ്, ഈ ഊണുമേശയിൽ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് മാത്രമല്ല, ഈ വീട്ടിൽ കാല് കുത്തുവാൻ പോലുമുള്ള യോഗ്യത നിനക്കില്ല. അത്രയും കേട്ടപ്പോഴേക്കും ആൽബർട്ടിന് ധൈര്യമായി. അയാൾ പറയുകയാ, നിന്നെ ഞങ്ങൾ എന്തായാലും കൊട്ടാരമറ്റം തറവാട്ടിലെ അംഗമായി അംഗീകരിച്ചിട്ടില്ല. ഇനി അംഗീകരിക്കാനും ഉദ്ദേശമില്ല. ലാലിച്ചായന് പറ്റിയ ഒരു കൈത്തെറ്റിന് നാണക്കേട്, അത് ഞങ്ങൾ എന്തിനാണ് ചുമക്കുന്നത്? അപ്പോൾ ഔതക്കുട്ടിച്ചായൻ, ഈ ലോകത്ത് ആർക്കൊക്കെ എന്തെല്ലാം യോഗ്യതയുണ്ടെന്ന് നിങ്ങൾ 2-3 പേര് ചേർന്നങ്ങ് തീരുമാനിച്ചാൽ മതിയോടാവേ. നിങ്ങളാണോ ഇവിടുത്തെ ന്യായത്തിപ്പിന്മാര്? ഞങ്ങളോട് ചോദിച്ചതിൻ്റെ മറുപടി ഞങ്ങൾ പറഞ്ഞു. ആൽബർട്ട് ഒച്ച താഴ്ത്തി പറയുകയാണ്. അവൾ ഇവിടെ വന്നിരുന്ന് കഴിച്ചാൽ നിങ്ങൾ എന്നാ ചെയ്യുമെന്നാ? എഴുന്നേൽപ്പിച്ച് വിടുവോ? അലീനെ, നീ ഇവിടെ വന്നിരിക്കേ. അത് കേട്ടുകൊണ്ട് അലീന ഊണുമുറിയിലേക്ക് വന്ന് മേശമേൽ നിന്ന് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് അലീന ഭക്ഷണം വിളമ്പിയത് കണ്ട് ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് ബാക്കി മൂവരും. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ആ വിശേഷങ്ങളുമായി വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.